ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഈ പ്രഭാതത്തിലെ നമ്മുടെ വായനഭാഗം എബ്രായർക്കെഴുതിയ ലേഖനം 8 മുതൽ 10 വരെയുള്ള അധ്യായങ്ങളാണ്. ഇന്നത്തെ ചിന്തയ്ക്കായി ഫിലെമോൻ 1-ാം വാക്യം. ഞങ്ങളുടെ പ്രിയനും കൂട്ടുവേലക്കാരനുമായ ഫിലെമോൻ എന്ന നിനക്കും. ഏഷ്യ മൈനറിൻ്റെ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് ഫ്രുഗ്യ പ്രവിശ്യയിൽ മെയാൻഡർ നദിയുടെ പോഷക നദിയായ ലൂക്കസ് നദിയുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്തിരുന്ന പട്ടണങ്ങളിലൊന്നായിരുന്നു കൊലോസ്യ. ഈ കൊലോസ്യ പട്ടണത്തിലെ സാമാന്യം സമ്പന്നനായ ഒരു ക്രിസ്ത്യാനിയായിരുന്നു ഫിലെമോൻ. ഫിലെമോൻ എന്ന പേരിൻ്റെ അർത്ഥം സ്നേഹമുള്ളവൻ എന്നാണ്. ഇദ്ദേഹം ക്രിസ്തീയ വിശ്വാസത്തിലും മറ്റു വിശ്വാസികളുമായുള്ള സ്നേഹബന്ധത്തിലും മുന്നിട്ട് നിന്ന ഒരു വ്യക്തിയായിരുന്നു. വിശുദ്ധ പൗലോസ് ഫിലെമോനെ എൻ്റെ കൂട്ടുവേലക്കാരൻ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഫിലെമോൻ തൻ്റെ ജീവിതത്തിലൂടെ ഒരു ക്രിസ്ത്യാനിയുടെ ഭവനവും ജീവിതവും എപ്രകാരം ആയിരിക്കണം എന്നതിന് നമുക്ക് ചില മാതൃകകൾ കാണിച്ചു തരുന്നു. ഒന്നാമതായിട്ട്, ദൈവ കേന്ദ്രീകൃതമായ കുടുംബമാവുക. കൊലോസ്യ സഭയിലെ സഭ കൂടി വന്നിരുന്നത് ഫിലെമോൻ്റെ ഭവനത്തിലായിരുന്നു. 3-ാം നൂറ്റാണ്ട് വരെ പ്രത്യേക ആരാധന ആലയങ്ങൾ അവിടെ ഇല്ലായിരുന്നു. സഭയ്ക്കും സുവിശേഷ വേലയ്ക്കും നേതൃത്വം നൽകിയിരുന്നവരുടെ ഭവനങ്ങളിലായിരുന്നു അന്നത്തെ കാലത്ത് വിശ്വാസികൾ ആരാധനയ്ക്കായി ചേർന്ന് വന്നിരുന്നത്. അതിലൂടെ അനുഭവിക്കുന്ന കൃപകൾ ഓർത്ത് സ്തോത്രം ചെയ്യുന്നതോടൊപ്പം ദൈനംദിന ജീവിത വ്യാപാരങ്ങളിലൂടെ ദൈവത്തെ അവർ സാക്ഷീകരിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല, അന്യോന്യം പ്രബോധിപ്പിക്കുകയും ആത്മീയ വർധന വരുത്തുകയും ചെയ്തിരുന്നു. സമൂഹത്തിൽ ക്രിസ്തീയ സാക്ഷ്യം നിറവേറ്റുവാൻ ഭവനത്തിൻ്റെ പങ്കും സ്ഥാനവും വളരെ വലുതാണ്. ക്രിസ്തു വസിക്കുന്ന ആലയമാണ് സഭ. അങ്ങനെയെങ്കിൽ ഫിലെമോൻ്റെ ഭവനം ദൈവം വസിക്കുന്ന മന്ദിരവും വിശ്വാസികൾ ഒത്തുചേരുന്ന മന്ദിരവും ആയിരുന്നു. ബന്ധങ്ങൾ ഉറപ്പിക്കപ്പെട്ട സ്നേഹവും കൂട്ടായ്മയും സഖിത്വവും പ്രസരിക്കുന്ന മന്ദിരമായിരുന്നു ആ ഭവനം. ഇത്തരത്തിൽ ദൈവ കേന്ദ്രീകൃതമാകുവാൻ നമ്മുടെ ഭവനങ്ങളെയും നമുക്ക് ക്രമീകരിക്കാം. രണ്ടാമതായിട്ട്, ജീവിക്കുന്ന സുവിശേഷമാകുക. വിശുദ്ധ പൗലോസും ഫിലെമോനും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ ആഴം ഈ ലേഖനത്തിൽ, അതായത് ഫിലെമോൻ എഴുതിയ ലേഖനത്തിൽ നിന്നും നമുക്ക് ഗ്രഹിക്കാവുന്നതാണ്. ഈ ലേഖനത്തിൽ ഫിലെമോനെ കുറിച്ച് വിശുദ്ധ പൗലോസ് പറയുന്ന സാക്ഷ്യം ഫിലെമോൻ ജീവിക്കുന്ന ഒരു സുവിശേഷം ആണെന്നാണ്. എൻ്റെ 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്: സഹോദര, നീ വിശുദ്ധന്മാരുടെ ഹൃദയം തണുപ്പിച്ചത് നിമിത്തം നിന്റെ സ്നേഹത്തിൽ എനിക്ക് വളരെ സന്തോഷവും ആശ്വാസവും ഉണ്ടായി. ആകയാൽ യുക്തമായത് നിന്നോട് കൽപ്പിപ്പാൻ ക്രിസ്തുവിൽ എനിക്ക് വളരെ ധൈര്യമുണ്ടെങ്കിലും പൗലോസ് എന്ന വയസ്സനും ഇപ്പോൾ ക്രിസ്തു യേശുവിൻ്റെ ബദ്ധനുമായിരിക്കുന്ന ഞാൻ ഈ സ്നേഹം നിമിത്തം അപേക്ഷിക്കുകയത്രേ ചെയ്യുന്നത് എന്ന്. ഇവിടെ പറയുന്നത് അവൻ വിശുദ്ധന്മാരുടെ ഹൃദയം തണുപ്പിക്കുന്നവനായിരുന്നു എന്നാണ്. ദൈവമക്കളെയാണ് വിശുദ്ധന്മാർ എന്ന സംബോധന ചെയ്തിരിക്കുന്നത്. പൊള്ളുന്ന ജീവിത അനുഭവങ്ങളിൽ കൂടി കടന്നുപോയവർക്ക് ഫിലെമോൻ്റെ ശുശ്രൂഷകൾ ആശ്വാസവും പ്രചോദനവുമായി തീർന്നു. മാത്രമല്ല, ജീവിതത്തിൽ ക്രിസ്തീയ ക്ഷമയും സ്നേഹവും പ്രതിഫലിപ്പിച്ച വ്യക്തിയുമായിരുന്നു ഫിലെമോൻ. തൻ്റെ ദാസന്മാരോടുള്ള ബന്ധത്തിലും സമത്വവും സാഹോദര്യവും പുലർത്തിയിരുന്നു. കൂടാതെ സ്നേഹം ബന്ധങ്ങളെ ശക്തീകരിക്കും എന്നും ഫിലെമോൻ തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു തരുന്നു. അങ്ങനെ ജീവിക്കുന്ന ഒരു സുവിശേഷമാകുവാൻ ഫിലെമോന് സാധിച്ചു. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ക്രിസ്തീയ ജീവിതം നയിക്കുന്നവരാണ്. ഫിലെമോനെ പോലെ ജീവിക്കുന്ന സുവിശേഷമാകുവാനും സഹോദരങ്ങളുടെ ഉള്ളം തണുപ്പിക്കുവാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഫിലെമോനെ പോലെ ക്രിസ്തു കേന്ദ്രീകൃത ജീവിതം നയിപ്പാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും ശക്തീകരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ത്രിയേക ദൈവമേ, എളിയവരെ കരുതുവാനും നിരപ്പും സമാധാനവും പകരുന്ന സ്നേഹത്തിൻ്റെ ശുശ്രൂഷയിൽ മുന്നേറുവാനും ഞങ്ങളെ ശക്തീകരിക്കണമേ. ആമേൻ.